ഇന്ന് ദേവന് എക്സാം പേപ്പർ കിട്ടി തുടങ്ങും കേട്ടോ. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ദേവുവിന്റെ മോഡൽ എക്സാം മാർക്ക് 80 ഔട്ട് ഓഫ്. ഗൈസ്, അപ്പം ഇന്നൊരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. എൻ്റെ ഫസ്റ്റ് ക്ലാസ്. അപ്പം ഞാൻ സ്കൂളിലേക്ക് പോകാൻ റെഡിയായി. എൻ്റെ മോഡൽ ഇതെന്താ ഒരുമാതിരി ഇരിക്കണേ. എൻ്റെ മോഡൽ എക്സാം കഴിഞ്ഞു. ഇനി 3rd മോഡൽ എക്സാം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്നൊക്കെ അറിയില്ല. അപ്പം ഞാൻ ക്ലാസ്സിൽ പോവാണ്. എന്തൊക്കെയോ എവിടൊക്കെയോ ഒരു അപാകത ഫ്രണ്ട്സ്. അപ്പം എക്സാമൊക്കെ ഭയങ്കര പോയി പൊട്ടി എങ്ങനെയാണല്ലേ വൃത്തിക്ക് പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാമല്ലോ. അങ്ങനെയല്ല, കുറച്ച് ടഫ് ആയിരുന്നു മിക്കതും. ഇന്നലെ ഇംഗ്ലീഷ് ആയിരുന്നു. 2 വട്ടം മോഡൽ എക്സാം ഇട്ടു ഇംഗ്ലീഷിൻ്റെത്. എന്താണെന്ന് മനസ്സിലായില്ല 2 വട്ടം എത്തേൻ്റെ കാരണം. അതെന്തോ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറോ എന്തോ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞപ്പെട്ട ഇംഗ്ലീഷിൻ്റെ എക്സാമിനേക്കാളും സിമ്പിളായിരുന്നു ഇത്. അത് ഞാൻ എഴുതി കഴിയുമ്പോൾ നന്നായി 2ാമത് ഇട്ടത് എന്ന് കരുതി. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. എന്താ സമയം ഇന്നലെ ബസ് കിട്ടില്ല. ഇന്നലെ പപ്പ സ്കൂളിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത്. ഇന്നലെ വരെ എനിക്ക് എക്സാം ആയതുകൊണ്ട് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്ന് വൈകുന്നേരം വരെ ഉണ്ട്. ഇനിയിപ്പോൾ സ്റ്റഡി ലീവ് ഉണ്ടോയെന്ന് അറിയില്ല. എന്താ ഞങ്ങളോട് പറഞ്ഞത് ഫെബ്രുവരി ഫുള്ള് ലീവ് ആയിരിക്കും പറഞ്ഞു. കാരണം 17-ാം തീയതി ബോർഡ് എക്സാം ആയതുകൊണ്ട് ഫസ്റ്റ് മുതൽ ലീവ് ആകും പറഞ്ഞു. ഇനി അതിന് മുന്നേ ലീവ് തരുമോയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ മോഡൽ എക്സാം 3 ഉണ്ടോയെന്ന് അറിയില്ല. ഇതാണ് എൻ്റെ ബേബിയാണ് കേട്ടോ. ഇതെന്റെ മോളായത്. അവയ്ക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്ത് ഇതൊക്കെ ഇങ്ങനെ ഇട്ടേക്കണേ ആണോ? ആണോ? ഇതെന്തിനാ ഈ ബട്ടൺസ് ഇട്ടേക്കണേ മേളിലത്ത്? ശ്വാസം കിട്ടുമോ? അത് ഇട്ടാല് കിട്ടുമോ? എനിക്ക് തക്കാളിക്കറിയും മുട്ട പൊരിച്ചതുമാണ് കേട്ടോ. ദിയമോക്ക് ദേവ് കൊണ്ടുപോവാറില്ല ലഞ്ച്. ദേവുവിന്റെ ഡയറ്റ് പ്ലാൻ ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. ദേവ് ക്ഷീണിച്ചില്ല. ഇപ്പൊ ദേവ് ഡയറ്റിലാണ്. അപ്പം എന്തൊക്കെയാണെന്നുള്ള ഫുഡിന്റെ എന്താ പറയാ പറഞ്ഞുതരാം. ഇപ്പഴല്ല, വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, എൻ്റെ ലൈബ്രറിയിൽ കൊണ്ടുപോകാൻ ഒരു മിസ്സുണ്ട്. ആ മിസ്സിൻ്റെ അച്ഛൻ്റെ മോളോ പറഞ്ഞോ? അച്ഛൻ്റെ മോളല്ല, അച്ഛൻ്റെ മോളല്ല, കസിൻ്റെ മോള് എൻ്റെ യൂട്യൂബ് കാണലുണ്ട്. PBSയിലാണ് എന്നെ ലൈബ്രറിയിൽ ആദ്യമായിട്ടാണ് ഒരു മിസ്സിൻ്റെ യൂട്യൂബ് കാണുന്നത്. മിസ്സിന്റെ പേരറിയോ? ഇല്ല, ഞാൻ നാളെ ചോദിച്ചോക്കാം. ഫ്രണ്ട്സ് പോവാണ്, ലേറ്റായി. ഞാൻ സാധാരണ ഫുള്ള് ചോറ് കഴിക്കേണ്ടതാണ്, പക്ഷെ ഞാൻ കഴിച്ചില്ല. വാവയുടെ ബാഗ് കളക്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്കൂൾ ബാഗ് കളക്ഷന് ഈ കാണുന്നത് വാവേന്റെ ബാഗാണ്. ആ കാണുന്നത് വാവേന്റെ ബാഗാണ്. പിന്നെ ഈ വർഷം വാങ്ങിയൊരു ബാഗ് ഉണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ ബാഗാട്ടോ. ഇനി ഈ വർഷം വാങ്ങിയൊരു വൈറ്റ് ബാഗ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. വൈറ്റ് ആണേ. ഇതൊക്കെ എന്ത് നല്ല ബാഗാണ്. ദേവുവിന് ബാഗ് വാങ്ങിയിട്ട് 3 കൊല്ലം കഴിഞ്ഞു അല്ലേ? അല്ല, പിന്നെ എന്റെ ബാഗ് എടുത്ത് കൊണ്ടുപോവാ. ഫുള്ളോളെ സാധനങ്ങളുണ്ട് എൻ്റെ അടുത്ത്. ദേവുവിന് പിന്നെ ഈ വർഷം ബാഗ് വേണ്ട പറഞ്ഞു. +1 ആയിട്ട് പുതിയ ബാഗ് വാങ്ങി. +1 ഫുള്ള് പുതിയത്. അങ്ങനെ ഞാൻ പുതിയതാക്കാൻ പറഞ്ഞതാണ്. മറ്റേ ബാഗിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പോയിട്ട് എക്സാം പേപ്പർ വാങ്ങി വരൂ, അനുഗ്രഹിച്ചു വിടുന്നു. ഇന്ന് ദേവുവിന് എക്സാം പേപ്പർ കിട്ടി തുടങ്ങും കേട്ടോ. ഓക്ക് എക്സാം കഴിഞ്ഞിട്ടില്ലല്ലോ. തോറ്റിട്ടുണ്ടെങ്കിൽ ചേച്ചി ഇതുവരെ തോറ്റിട്ടില്ല. ചേച്ചി ഇതുവരെ LKG മുതൽ 10ാം ക്ലാസ്. ഇപ്പൊ ടാറ്റ. സ്കൂള് വിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, 4:30 ആകുമ്പോ കാണാം.
ഇതാണ് ഗൃഹനാഥൻ. 4:35. ഓക്കെ, ഗൃഹനാഥനെ കാണിച്ചു കൊടുക്ക്. ഗൃഹനാഥനെ കാണിച്ചു കൊടുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ. എന്നാ പൊയ്ക്കോളൂ, വേഗം പൊയ്ക്കോളൂ. ഇന്നലെ ബസ് കിട്ടിയില്ലല്ലോ. ഇപ്പൊ വീണേനെ. ബാഗിന്റെ വെയിറ്റ് പിടിച്ചിരുന്നോ? ടാറ്റാ. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇതുവരെ പുൽക്കൂടൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു നിക്കിമോൾ ഉണ്ടായിരുന്നല്ലോ. നിക്കിമോൾ, നമസ്തേ ഗുരുജി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതാണ്: കായ പുഴുങ്ങിയതും പച്ചക്കായ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും. പച്ചക്കായ എന്ന് പറയുമ്പോൾ നേന്ത്രക്കായ, പച്ച നേന്ത്രക്കായ പുഴുങ്ങിയത് രസം കേട്ടോ. അവർക്ക് ദേവതയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അത്. അവർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. ഇത് കപ്പ, നാടൻ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. ഹലോ, അപ്പം 4:30 ആയിട്ടോ സമയം. 4:30 ആവാൻ പോവാണ്. അപ്പം പിള്ളേർ വരാൻ നേരമായി. അപ്പം ഞാൻ അവർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കിനും അവല് നനച്ച് വെക്കാന്ന് വിചാരിച്ചിട്ട് കണ്ട. അവല് ഒന്നായിരിക്കും വരുന്നത്. ചില സമയങ്ങളിൽ അവർ വരുമ്പോൾ ഒന്നും കഴിക്കാറില്ല. ഒന്നും വേണ്ടാന്ന് പറയും. എത്തി, ദാ പോയി ദാ വന്നു, ദേ പോയി ദാ വന്നു. എന്താ ഉണ്ടാക്കണേ? ഞാനേ അവലുണ്ടാക്കിയെന്നു. അവല് നനയ്ക്കുന്നു. ആണോ? പഴം ഇല്ല. അല്ല ദേവോ, കേറുന്നതിന് മുന്നേ ചോദിക്കട്ടെ, പേപ്പർ എന്തെങ്കിലും കിട്ടിയോ? ഞാൻ സോക്സും ഷൂവും ഊരാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താ, ഓടാൻ എളുപ്പത്തിനാ? ആണോ? വാവേ, എന്താ വാവയുടെ വർത്താനം? വാവയ്ക്ക് എക്സാമിനുള്ള പോർഷൻസ് ഒക്കെ വന്ന്. അതെ, എക്സാമിനുള്ള പഠിത്തം തുടങ്ങി കേട്ടോ. ഇന്നലെ മാവ എന്നോട് പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ നോ കളി, നോ വീഡിയോ, നോ യൂട്യൂബ്, ഓൺലി പഠിത്തം എന്ന് പറഞ്ഞു. പഴല്ലേ? പഴമില്ല, നല്ല നാടനാണല്ലോ കേട്ടോ. ബാക്കിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ബാക്കിയൊക്കെ പാക്കറ്റ് അല്ലേ. നാടൻ നമ്മളെ വീട്ടിൽ നിന്ന്, ഇവിടെ വീട്ടിലല്ല, വേറെ ആൾ പൊടിച്ചു ഒറിജിനൽ നെല്ല് കുത്തി ഉണ്ടാക്കണതാ. ആദ്യം നമ്മള് മാർക്ക് ചോദിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് മാർക്ക് അറിയണ്ട്. അങ്ങനെ ടെൻഷൻ. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ദേവുവിന്റെ മോഡൽ എക്സാം മാർക്ക് 80 ഔട്ട് ഓഫ്. വീടെടുക്കാൻ മാത്രമൊന്നും ഇല്ല. വീടെടുക്കാൻ വേണം. വീടെടുത്തോ, എനിക്ക് കുഴപ്പമില്ല. ദേവോക്ക് എത്ര മാർക്ക്? ദേവ് ഉച്ചക്ക് ചോറ് കൊണ്ടുപോയില്ല. എന്നിട്ട് ഹനാൻ മറിയത്തിന്റെ ഫുഡ് കട്ടത് എടുത്ത് തിന്നോ. ഞാൻ വരുന്ന ഇന്നെ കാത്തു നിക്കണ്ട, നിന്റെ പെർമിഷൻ ചോദിക്കണ്ട, എടുത്ത് തിന്നോ. ഞാൻ എപ്പോഴേ പറയാറ് പോയി. മൊത്തം അതിന് ഓള് തിന്നില്ല അറിയാം. ദീപാവേ എങ്ങനെയുണ്ട്? ഉണ്ടോ? വിളിച്ചപ്പോഴത്തേക്കിനും പോന്നു എണീറ്റ്. ചാരി ഇരിക്കാൻ നിന്നു. ഞാൻ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മ എൻ്റെ തലയിൽ നോക്കി തരികയാണ് കേട്ടോ. അമ്മ എന്നുവെച്ചാൽ തല നോക്കി തരികയാണ്. ഞാൻ കുറേ നേരമായി ഞാൻ കുളിക്കാൻ പറഞ്ഞിട്ട്. അപ്പം കുറേ നേരമായി കുളിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ കുളിക്കുന്നില്ല. ഹലോ സുഹൃത്തുക്കളെ, ഞാനൊരു റൊട്ടി പാട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. റൊട്ടി. ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കെട്ടു, അവനെ മുതിർന്നവർ കെട്ടിയിട്ടു. വന്നവർ മാറി മാറി വേദനിപ്പിച്ചു, വിഷം തളിച്ചു. ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്നു സമ്മതിച്ചു. വിദ്യാലയം വിട്ട് ബെല്ലടിച്ചു, വണ്ടികളേറെ കടന്നുപോയി. പോലീസ് വന്നു കയറഴിച്ചു, കയ്യമം വയ്ക്കാതെ കൊണ്ടുപോയി. പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചായി ഉറക്കം പിടിച്ചിടുമ്പോൾ നിക്കറിൻ കീശയിൽ ലിക്കിളിയാക്കുന്നു വക്കത്തുലെ നനഞ്ഞു റൊട്ടി.
ഫ്രണ്ട്സ്, അപ്പോൾ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജ് നമുക്കിതുവരെ ഉണ്ടായിരുന്നില്ല. DD വ്ളോഗ്സിന് ലൈഫ് ലിവിംഗ് നാച്ചുറിന് ഉണ്ടായിരുന്നു, അതിൽ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ DD വ്ളോഗ്സിന് ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേര് കുറേ കാലമായിട്ട് എന്താ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടാത്തതെന്ന് കുറേ ചോദ്യം, ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ചോദ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. DD വ്ളോഗ്സ് അൺകട്ട് എന്നുള്ള സെയിം പേര് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോസ് മാത്രമല്ലാതെ ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചില വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അധികം എഡിറ്റ് ചെയ്യാതെ അൺകട്ടായിട്ട് നല്ല നമ്മളങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങൾ, കുക്കിങ്, അങ്ങനത്തെ കാര്യങ്ങൾ അതിലില്ലാത്തത് ഈ ഫേസ്ബുക്കിലുണ്ടാവും. ഇത് കാര്യമായിട്ട് നമ്മൾ കുട്ടികളെ ഉദ്ദേശിച്ചല്ല ഫേസ്ബുക്ക് തുടങ്ങിയിരിക്കുന്നത്, വലിയ ആൾക്കാരെ ഉദ്ദേശിച്ചാണ്. കുട്ടികളുടെ പാരൻസിനെയും വീട്ടുകാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിരിക്കുന്നത്. DD വ്ളോഗ്സ് അൺകട്ട് തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ, ലൈക്ക്, അത്രേ ഉള്ളൂ. ഇതെന്താ അവിടെ പരിപാടി? കുക്കിങ്ങോ? ഞാൻ ഉണ്ടാക്കിയ കേക്ക് നോക്കി, സൂപ്പറാണല്ലോ. ഈ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അനക്കറിയത് പറഞ്ഞു കൊടുക്കാൻ. ഈ റെസിപ്പി കടയിലുണ്ടാവും, അപ്ഡോൺസ് പറഞ്ഞു കൊടുത്താൽ മതി. ഇനി പഠിച്ചോ. ഇനി ദിയമോളുടെ സ്റ്റഡി ടൈം ആണ് കേട്ടോ. ഇപ്പം സമയം 6:30 അപ്പോൾ ദിയമോള് ഫസ്റ്റ് ദിയമോളുടെ എന്താ പറയുക എക്സാം പോർഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ പഠിക്കാനാണ് കേട്ടോ. കുറേ ഉണ്ട് പഠിക്കാൻ, പക്ഷെ ഈസിയാണത്, ഈസിയാണ്. കുറേ ഉണ്ട്, 2 ചാപ്റ്ററേ ഉള്ളൂ. പഠിക്കുന്നതിടയിൽ അമ്മ കൊണ്ട് തന്നതാണ്. വിശപ്പുണ്ടായിരുന്നു, കറക്റ്റ് സമയത്ത് വന്നിരുന്നു. അല്ലെങ്കിൽ പഠിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് വിശപ്പുണ്ടാവും കേട്ടോ. അമ്മ പറയേണ്ട ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ്. തുത്തുവാവിയൊക്കെ പോയിട്ട് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരം കളിക്കായിരുന്നേ. തുത്തുവാവയും പാപ്പിയും എല്ലാവരും കളിക്കായിരുന്നു കേട്ടോ. എവിടെ ചേച്ചി? എവിടെ ചേച്ചി? പഠിക്കാം. എന്താ പഠിക്കണേ? സയൻസ്. സയൻസ് പഠിക്കുകയാണോ? ഞാൻ സ്വല്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, ബയോളജി ഒരു ചാപ്റ്റർ. ടെക്സ്റ്റ് ഞാൻ അങ്ങനെ വായിക്കലില്ലായിരുന്നു, പക്ഷേ ഞാൻ ഇന്ന് കണ്ടോ ടെക്സ്റ്റിൽ ഈ അണ്ടർലൈൻ ചെയ്ത് വെച്ചതൊക്കെ ശരിക്കും പഠിച്ചു. പിന്നെ ഞങ്ങളെ മറ്റേ മിസ്സ് പറഞ്ഞു, മിസ്സ് എല്ലാവരും പറയുന്നുണ്ട് ടെക്സ്റ്റിൽ നിന്നാണ്, ടെക്സ്റ്റിൻ്റെ അപ്പുറം ഒന്നും ചോദിക്കൂല എന്ന് പറഞ്ഞിരുന്നു ബോർഡ് എക്സാമിന്. അപ്പം ഞാൻ ടെക്സ്റ്റ് നല്ലോണം ഇരുന്ന് പഠിക്കുന്നു. ഫ്രണ്ട്സ്, ഇവിടെ പപ്പ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. എന്താ പപ്പ ഉണ്ടാക്കുന്നത്? മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സംഭവം ഉണ്ടാക്കുകയാണെന്നാണ് പപ്പ പറഞ്ഞത്. എന്താണെന്ന് അറിയില്ല. പഴുത്ത മാങ്ങാച്ചാർ. പഴുത്ത മാങ്ങച്ചാറാ? ഞാൻ കഴിച്ചില്ല. ഉണ്ടോ? ഞാൻ അരിയണോ? എന്നാ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? ദേവാ ബാ, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ലോണം വിശക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഒരു 9:30 ഒക്കെ ആകുമ്പോൾ കഴിക്കേണ്ടതാണ്, പക്ഷേ ഇപ്പോൾ 11 മണി ആവാനായി, 10:45. ഇന്ന് ദിയമോളാണ് കേട്ടോ അച്ചാറിടുന്നത്. ഫ്രണ്ട്സ്, എന്താ ദിയമോൾ ആദ്യം എന്താ ചട്ടി അടുപ്പത്ത് വെച്ചു, എന്നിട്ട് അതിനകത്തോട്ട് നല്ലെണ്ണ ഒഴിച്ചു. പിന്നെന്താ ഇട്ടതിനകത്ത്? കടുക്. ഉലുവ. ഉലുവിട്ട് കടുകല്ലേ? അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ദിയമോള് പറഞ്ഞു കൊടുക്കുക, പപ്പ ചെയ്യാണ് കേട്ടോ.
സത്യത്തിൽ ഇത് മാങ്ങ പുളിയാണ് കേട്ടോ, ഭയങ്കര പുളിയാണ്. പുളിയാണ്, കണ്ടാ തോന്നും നല്ല പഴുത്ത പഴുത്തതാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു തട്ടിക്കൂട്ട് അച്ചാറാണ് കേട്ടോ. പെട്ടെന്ന് എങ്ങനെ അച്ചാർ ഉണ്ടാക്കണം, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉപ്പ് പാകത്തിന്. കല്ലുപ്പാണ് കുറച്ചിട്ടാണ് പാകമായിട്ട്. പിന്നെ നമ്മൾ തീ ഓഫ് ആക്കിട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴുത്ത മാങ്ങ, പഴുത്ത മാങ്ങയല്ല, ചരിച്ച മാങ്ങ. പഴുത്തതാണ് ശരിക്കും. ചരിച്ച ടേസ്റ്റാണ്. ജസ്റ്റ് മിക്സ് ചെയ്യണം. ഓ, ഇങ്ങനത്തെ ഒരു സൈസ് മാങ്ങാനുണ്ട്. അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി മോള് ചോറുണ്ണാൻ പോവാണ്. റിയമോക്ക് നമ്മൾ ഈ അച്ചാർ കൂട്ടി കുറച്ചിതാ നല്ല കിടിലൻ മുളകൊക്കെ പേരണ്ടിരിക്കുന്ന ചുമന്ന പഴുത്ത മാങ്ങ അച്ചാർ. ഞാൻ ഇതെല്ലാം കൂട്ടി തരുന്നു. അച്ചാറ് പിന്നെ എടുക്കാതിരിക്കോ? അച്ചാറും കൂട്ടി അച്ചാർ മാത്രം നോക്ക്. നല്ലതാണ്. നിങ്ങളൊന്ന് കൂട്ടി വെക്കുന്നത് ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്, പുളിയുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.